ഹലോ, ഞാൻ ലതയെ സംസാരിക്കുന്നേ. പറയൂ. നന്ദി പറയാൻ വേണ്ടിയാ വിളിച്ചത്. അത് സാരല്ല. 2 ദിവസത്തിനകം ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ലെന്നും പറഞ്ഞു. ഓക്കെ, വേറെന്തെങ്കിലും? ഒന്നുമില്ല, ഇത് പറയാനാ വിളിച്ചത്. എന്നാ ഓക്കെ. ഞാൻ ഫോൺ വെച്ചേക്കട്ടെ? വച്ചേക്കൂ. പറയൂ. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ദേഷ്യപ്പെടില്ലല്ലോ? ഇല്ല, എന്താന്ന് ചോദിച്ചോളൂ. നിങ്ങളുടെ പേരെന്താ? ഇതായിരുന്നോ പേര്? അശ്വിൻ. ശരി, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് വേറൊരു കാര്യമായിരുന്നു. വേറെ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിപ്പോ സംസാരിക്കുന്നുണ്ടോ അതോ ഞാൻ ഫോൺ കട്ട് ചെയ്യണോ? നിങ്ങളെന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? മനസ്സിലായില്ല. അല്ല, ആദ്യം ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോ നന്നായി സംസാരിച്ചതാണല്ലോ. ഡോക്ടറിനെ വിളിച്ച് എന്നെ സഹായിക്കുകയും ചെയ്തു. അതിനുശേഷം നന്ദി പറയാൻ വിളിച്ചപ്പോ വല്ലാതെ സങ്കടപ്പെട്ട് സംസാരിച്ചിരുന്നു. ഇപ്പൊ ദേഷ്യം അറിയാനുണ്ട്. അതെന്താ? അങ്ങനെ ഒന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല. എന്താ? എന്നോട് പറയാൻ പാടില്ലേ? എനിക്കൊരാവശ്യം വന്നപ്പോ എന്നെ സഹായിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഞാൻ സഹായിച്ചൂടെ? ഫ്രണ്ട്സുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായി. എന്തുപറ്റി? വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതാ. അപ്പൊ വെള്ളമടിയൊക്കെ ഉണ്ടല്ലേ? കുറച്ചു നാളായി തുടങ്ങിയിട്ട്. അങ്ങനെ വെള്ളമടിക്കൊന്നും അരുത്, ശരീരത്തിന് കേടാ. ഇതുപോലെ തെറ്റായ കൂട്ടുകെട്ടൊക്കെ ഉണ്ടായ ഭാവി നമുക്ക് തന്നെ അത് ദോഷം ചെയ്യും. ആദ്യം ഈ മോശമായ കൂട്ടുകെട്ടൊക്കെ നിർത്തണം, അല്ലെങ്കിൽ അവര് നിങ്ങളെ കൊല്ലാനും മടിക്കില്ല. സുഹൃത്തുക്കളാണെങ്കിൽ ജീവൻ തരാൻ തയ്യാറാകണം, ജീവൻ എടുക്കരുത്. ശരി, നിങ്ങളെന്ത് ചെയ്യാനാ? പാവം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്ന എന്താന്ന് നോക്ക്. എന്നാ ഞാൻ വെക്കട്ടെ? വല്ലാതെ അടിച്ചോ അവര്? വേദനയുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഉടനെ പോയി ഡോക്ടറെ കാണണം കേട്ടോ. ശരി. ആരോ വരുന്നുണ്ട്, ഞാൻ പിന്നെ സംസാരിക്കാം. ബൈ. ലതേ, ഹലോ. വല്ലാതെ അടിച്ചോ അവര്? വേദനയുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ സഹായിച്ചൂടെ?
ഹലോ 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 സംസാരിക്കേ. ഹലോ 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 എന്താ ഫോൺ കട്ടായി പോയേ? സോറി, എന്റെ അടുത്ത് ബാലൻസ് ഇല്ല. അത് സാരമില്ല, നീ ഇനി മിസ് കോൾ ചെയ്താൽ മതി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. സോറി, ഇനി ഞാൻ സംസാരിക്കില്ല. അതെന്താ? എന്നോട് സംസാരിക്കുന്ന ഇഷ്ടമല്ലേ? പ്ലീസ് പ്ലീസ് സംസാരിക്കുക. നിന്നോട് സംസാരിക്കുമ്പോഴേ എനിക്ക് അല്പം ആശ്വാസവും റിലാക്സേഷനൊക്കെ ഉണ്ടാവുന്നത്. പ്ലീസ് ഒന്ന് സംസാരിച്ചൂടെ? ഹലോ എന്താ? എന്തിനാ വെറുതെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നത്? എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്നോട് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞോളൂ. പ്ലീസ് സംസാരിക്കേ. പ്ലീസ് ഒന്ന് സംസാരിക്കേ. എന്തെങ്കിലും പറയേ. ശരി, പക്ഷേ ഒരു കണ്ടീഷൻ. പറഞ്ഞോളൂ. ഒരു ദിവസം ഒരിക്കൽ മാത്രം, അതും 5 മിനിറ്റ്. സമ്മതമാണോ? എന്താ മറുപടി ഇല്ലാത്തെ? ശരി. അയ്യോ പ്രേതം! എന്താടാ? ഒരു പെണ്ണ് എന്നെ ഒരുപാട് ലവ് ടോർച്ചർ ചെയ്ത് കെട്ടിപ്പിടിക്കാനൊക്കെ വന്നപ്പോ ഞാൻ കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? ആ പെണ്ണിപ്പോ മുന്നിൽ കൂടെ പോയി. എന്തിനാ നിന്നെ പോലുള്ള നല്ലവരെയൊക്കെ ഇതുപോലുള്ള പെണ്ണുങ്ങൾ ടോർച്ചർ ചെയ്യുന്നത്? എത്ര നാളെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫോണിൽ മാത്രം സംസാരിച്ചോണ്ടിരിക്കുക. നമുക്ക് നോക്കാം. എപ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നേ. നിനക്ക് നിന്റെ സമയമാകുമ്പോഴേക്കും എനിക്ക് എന്റെ കോളേജ് തുറക്കുന്ന തോന്നുന്നേ. ഒന്ന് ക്ഷമിക്കുന്നേ. ഇങ്ങനെ എത്ര നാളാന്ന് വെച്ചാ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് എന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നേ. ഇന്നൊരു ദിവസത്തേക്ക്. അപ്പോ നാളെ റെഡിയാ? യാ. അശ്വിൻ. ആള് സുന്ദരിയായിരിക്കുമെന്ന് ഞാൻ കരുതി, പക്ഷെ ഇത്രയ്ക്ക് സുന്ദരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സുഖിപ്പിക്കില്ലേ? ആദ്യം കേറി വാ.